തന്റെ ഭർത്താവിന്റെ മധു നുകർന്നെടുക്കുന്നത് വരെ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മധു നുകർന്നെടുക്കുന്നത് വരെ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ ശാരീരികമായി സമീപിക്കാൻ പോകുമ്പോ അദ്ദേഹത്തിന് പെട്ടെന്ന് ശീഘ്രസ്ഖലനം സംഭവിച്ചു എന്നിരിക്കട്ടെ, അദ്ദേഹം ചാടി എഴുന്നേറ്റ് പോകാൻ പാടില്ല. നബിതങ്ങൾ പറയുകയാണ്, ഇല്ല ഇല്ല, നീ അവിടെ തന്നെ കിടക്കണം. അവൾക്ക് ഇന്ദ്രിയം പുറപ്പെടുന്നത് വരെ നീ സാവകാശം കാണിക്കണം. നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായോ? ഏറ്റവും വലിയ സെക്സോളജിസ്റ്റാണ് നബിതങ്ങൾ. ഇത് നമ്മളങ്ങോട്ട് ഓടിപ്പോയിട്ട് പടപടാന്ന് കാര്യം നടത്തി ചാടി എഴുന്നേറ്റ് പോയാൽ ഈ പെണ്ണുമിൽ എന്ത് ചെയ്യും? അവൾക്ക് പെണ്ണുങ്ങൾക്കെന്ന് പറഞ്ഞാൽ സാവകാശമാണ് വികാരങ്ങൾ ഉണ്ടാവുക. ഇതിനാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സമീപിക്കുമ്പോ ധൃതി പിടിച്ചു ഓടിപ്പോയി മൃഗങ്ങളെ പോലെ ചാടിക്കയറരുത്. നിങ്ങൾ ഒരു റസൂലിനെ അയക്കണമേ. റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ. വിവാഹം കഴിച്ച് ഭാര്യയെടുത്ത് പടപടാന്ന് ചാടിപ്പോകാതെ ആദ്യമായിട്ട് അവളെ സമീപിക്കുമ്പോ ഒരു ദൂതനെ അയക്കണം. ദൂതനെ അയക്കണം എന്ന് പറഞ്ഞാല് മെല്ലെ അടുത്തിരുന്ന് അവളോട് സംസാരം നടത്തി, അവൾക്ക് ചെറിയ ചുംബനങ്ങളൊക്കെ നൽകി, അവൾക്ക് മെല്ലെ ഇക്കിളിപ്പെടുത്തി, അവളോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരേ കട്ടിൽ ഒരുമിച്ചിരുന്ന് കൈകള് കോർത്തിണക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യമുസ്സുഹാ ബിലിസാനിഹാ കാന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുഹാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ ചുംബിക്കുമായിരുന്നു. ആയിഷ ബീവിയുടെ നാവ് നബിതങ്ങളുടെ നാവുമായി കൂട്ടിയിണക്കി നക്കുമായിരുന്നു, ഈമ്പുമായിരുന്നു. അത് കണ്ട പെണ്ണുങ്ങളെ പോയിട്ട് നക്കലല്ല വേണ്ടേ, പിന്നെ സ്വന്തം ഭാര്യയെ നക്കണം. ഒരു സഹോദരൻ ചോദിച്ചു, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഔറത്തുകൾ നക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് അതാ. അതിനകത്ത് വല്ല പരിഹാരം ചെയ്യാൻ പറ്റുമെന്നുള്ളതാ. ഈ മനുഷ്യന്മാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണുങ്ങളെ സലാം സൗണ്ട് ഇപ്പൊ പൊട്ടിത്തെറിക്കുന്ന രംഗമാണ്. പഠിച്ചവന് അത് തലയാണിത് വല്ലാത്ത സാധനമാണ്. നെറ്റി കയറി അറിയാം ഞാൻ ആരാ സാധനം. ദീൻ പറയല്ലേ, ഞാൻ അതീ ചോദിച്ചല്ലേ പറയില്ല. പെണ്ണിന്റെ ഗുഹ്യഭാഗം നക്കുന്നത് കുഴപ്പമില്ല, ജായിസ്, ജവാസ്. അതേപോലെ ഭർത്താക്കന്മാരുടെയും ജവാസ്. പക്ഷേ ഉലമാക്കൾ, ഹുക്കമാക്കൾ, ഫുഖഹാക്കൾ, പണ്ഡിതന്മാര്, യഥാർത്ഥ സാലിഹ്യങ്ങളായ പണ്ഡിതന്മാര് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ഓതുന്ന നാവുകളാണ്, ദിക്റുകൾ ചൊല്ലുന്ന നാവുകളാണ്. അത്ര നല്ലതല്ല നജീസുകൾ പുറപ്പെടുന്ന ആ ഔറത്തിലേക്ക് നിങ്ങളുടെ നാവുകളും ചുണ്ടുകളും സമർപ്പിക്കുന്നത് നല്ലതല്ല. ഒരു ചുംബനമാകാം, നക്കി തുടയ്ക്കുന്നത് നല്ലതല്ല. ഇനി ഒരു ഭർത്താവിന്റെ തൃപ്തി ഒരു ഭാര്യയിൽ നിന്ന് ഇതാണ് എനിക്കിതാ വിഷമാണെന്ന് പറഞ്ഞാൽ പാപമല്ലാത്ത സന്ദർഭത്തിൽ അത് അനുവദനീയമാണ്. ചില പെണ്ണുങ്ങൾക്ക് അത് ഇഷ്ടമില്ല, അത് നിർബന്ധിക്കുകയും ചെയ്യരുത്. ചില ഭർത്താക്കന്മാരെ തലക്കടിയും കൊടുക്കും, അത് ശരിയല്ല. ചില പെണ്ണുങ്ങൾക്ക് അത് ഇഷ്ടമല്ല, അത് ഇല്ലാത്ത കാര്യം നിർബന്ധിക്കാൻ പാടില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഭാര്യ സൗകര്യം പോലെ തന്റെ ഭർത്താവിനെ സഹകരിച്ചു കൊടുക്കണമെന്ന്, സഹായിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. റിഫാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് പറയുകയാണ്, റിഫാത്തിനെ തിരിച്ചു നിനക്ക് ലഭിക്കണമെങ്കിൽ നീ മറ്റൊരു വിവാഹം നിന്റെ ഭർത്താവായ അബ്ദുറഹ്മാനുമായി രണ്ടുപേരും സന്തോഷത്തോടെ ശാരീരികമായി ബന്ധപ്പെടണം. നല്ലതുപോലെ വെറുതെ നമ്മുടെ പെണ്ണിനെ നോക്കിയിട്ട് നിനയാ തലാഖിലിരിക്കുന്നു വെറുതെ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നറിയോ? ആ പെണ്ണിനെ മറ്റൊരാൾ വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ചാൽ മാത്രം പോരാ, ഇദ്ദേഹത്തിന്റെയും അവളുടെയും ലൈംഗിക അവയവങ്ങൾ പരിപൂർണമായിട്ട് പ്രവേശിച്ച് യോജിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ഇഷ്ടപ്രകാരം തലാഖ് ചൊല്ലി പിന്നെ 4 മാസം ഇരുന്നിട്ട്